മഴ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? പക്ഷേ നമ്മളിപ്പം കുട്ടികളാണെങ്കിൽ നമുക്ക് മഴ അത്രത്തോളം ആസ്വദിക്കാം. പക്ഷേ നമ്മൾ വീട്ടമ്മ ആയതിനു ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അല്ലേ? നമ്മൾ ക്ലീനിങ് ആണെങ്കിലും നമ്മളുടെ ഹെൽത്തിനാണെങ്കിലും എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓരോ ചെറിയ പ്രശ്നങ്ങൾക്കും ചെറുതായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കും. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ചെയ്തു നോക്കി റിസൾട്ട് കിട്ടുമ്പോഴാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത്രത്തോളം നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് കാണുമ്പോൾ പിന്നെ അതുപോലെ ഓരോ കോളിലും നമുക്കറിയാം നമ്മളെ എത്രത്തോളം നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഒരു വീട്ടിലെ അംഗത്തെ പോലെ കരുതുന്ന പല ചേച്ചിമാരും ഇന്ന് എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഓരോ നിമിഷം ഞാൻ അത്രത്തോളം സന്തോഷിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദിയും പറയാറുണ്ട് കേട്ടോ. വെറും ഒരു വീട്ടമ്മയായ ഞാൻ ഇവിടെ വരെ എത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അത് നിങ്ങൾ അംഗീകരിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. ഓരോ ചേച്ചിമാരെയും വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് അത്രത്തോളം സന്തോഷമുണ്ട് കേട്ടോ, അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ. ഇഞ്ചി ഞാൻ കഴിഞ്ഞ 2 വീഡിയോക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ചൂടാക്കി എടുത്ത് വെക്കുക. അപ്പോൾ പലവരും പറഞ്ഞു അത് നമുക്ക് എപ്പോഴും കുറേ ക്വാണ്ടിറ്റി ഒക്കെ ആകുമ്പോൾ നമുക്കത് എപ്പോഴും പറ്റണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചി ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് ശ്രദ്ധിക്കണം. അതിലുള്ള മണ്ണൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ അതേപടി എവിടെ എടുത്ത് വെച്ചാലും അത് ചീഞ്ഞു പോകും. നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കത് 1-2 വെയിൽ കൊള്ളിക്കുക. വെയിലില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു വെള്ളത്തിൽ നമ്മളുടെ ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ കാലം ഇരിക്കും. ആ മണ്ണൊക്കെ കളഞ്ഞിട്ട് വെയിലുണ്ടെങ്കിൽ 2 വെയിൽ കൊള്ളിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ ഒരു ന്യൂസ് പേപ്പറിൽ നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ വെച്ചാലും നല്ല പോലെ തന്നെ ഈട് നിൽക്കുന്നതുകൊണ്ട് ചീഞ്ഞു പോകുകയോ അത് ഉണങ്ങി പോകുകയോ ചെയ്യില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കർപ്പൂരമാണല്ലോ ഇന്നത്തെ മെയിൻ താരം. വെളിച്ചെണ്ണയും കർപ്പൂരമൊക്കെയാണ്. അപ്പം നമ്മൾ പച്ചക്കർപ്പൂരം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും അതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ നമ്മളെ ക്ലീനിങ് പർപ്പസിന് വളരെ 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 നല്ലതാണ്. പല കാര്യങ്ങൾക്കും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മളുടെ ബേക്കിംഗ് സോഡ കേട്ടോ. അതുപോലെ ഈ പല്ലി, പാറ്റ ഇവയ്ക്കൊന്നും ഈ ഇതിൻ്റെ സ്മെല്ലോ ഇതൊന്നും ഈ കർപ്പൂരത്തിൻ്റെ ആണെങ്കിലും ബേക്കിംഗ് സോഡൻ്റെ ആണെങ്കിലും അവർക്ക് ഒട്ടും പിടിക്കില്ല. അപ്പോൾ നമ്മൾ എന്നും ഉണ്ടാക്കി ഉപയോഗിക്കണം. ഉണ്ടാക്കി വെച്ച് ഒരാഴ്ച നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയല്ല, ഇതിൻ്റെ 100% റിസൾട്ട് കിട്ടണമെങ്കിൽ ഇന്നുണ്ടാക്കി ഒരു 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. കർപ്പൂരവും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈവൻ നമ്മളുടെ ജനാലയൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴും ഈ ഒരു മിശ്രിതം കൊണ്ട് നിങ്ങളൊന്ന് തുടച്ചു നോക്കി. പല്ലി, പാറ്റ, ചെറുപ്രാണികൾ, അതുപോലെ തന്നെ 8-കാലിയുടെ ശല്യം. 8-കാലി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലന്തി വലയൊക്കെ പെട്ടെന്ന് വരും അല്ലേ? അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നല്ലതാണ്. അതുപോലെ രാത്രി കിടക്കുമ്പോൾ കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ ആഴ്ച 2 ദിവസമെങ്കിലും കൗണ്ടർ ടോപ്പും ഗ്യാസിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അഴുക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി. കർപ്പൂരം എന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ലതാണ് നമ്മളുടെ പോസിറ്റീവ് എനർജിക്ക് കേട്ടോ. അതുപോലെ തന്നെ അണുക്കളെ നശിപ്പിക്കാനും ഈ കർപ്പൂരം വളരെ നല്ലതാണ്. രാത്രി കിടക്കുമ്പോൾ ഇതുപോലെ നമ്മളുടെ സിങ്കിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ 2-3 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. കുറേയൊന്നും വേണ്ട കേട്ടോ. പല്ലി, പാറ്റ, ചെറുപ്രാണികൾ, ബാഡ് സ്മെല്ല് വരിക, അതുപോലെ തന്നെ ബ്ലോക്ക് ആകുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളില്ലേ. അപ്പോൾ ആഴ്ച 2 ദിവസം ഇതുപോലെ ചെയ്താൽ സൂപ്പറാണേ. അടുത്തതായിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിലിപ്പം ഈ ഒരു കണ്ടെയ്നറിൽ ഓട്ടയിട്ട് വെച്ചിട്ടുണ്ട്. മേൽഭാഗത്ത് 2-3 ഓട്ടയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മഴക്കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ കബേർഡും ഇതൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുക. അതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലും ഇതുപോലെ തന്നെ ഈ ഒരു മിശ്രിതം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മടക്കിയെടുത്തതിന് ശേഷം അതിലും ഓട്ടയിട്ട് കൊടുക്കുക കേട്ടോ. നമ്മളൊരു കുട്ടികളെ ഷൂ ആകട്ടെ, മുതിർന്നവരുടെ ഷൂ ആകട്ടെ, അല്ലെങ്കിൽ കബേർഡിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നല്ല ക്ലീൻ ആയിട്ടൊക്കെ എത്ര വെച്ചാലും മഴക്കാലം ആകുമ്പോൾ ഒരു ഈർപ്പത്തിൻ്റെ സ്മെൽ എന്താണെങ്കിലും വന്നിരിക്കും അല്ലേ? എന്താണെങ്കിലും വരും. അത് എത്ര നമ്മൾ സൂക്ഷിച്ചാലും അത് വന്നിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ
ടിഷ്യൂ പേപ്പറിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കണ്ടെയ്നറിലാണെങ്കിൽ ഷൂവിൻ്റെ ഉള്ളിൽ രാത്രി വെക്കുക, രാവിലെ ഉപയോഗിക്കുമ്പോൾ അതെടുത്ത് മാറ്റുക. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ അങ്ങനെ ഏതിലാണെങ്കിലും വെച്ചാൽ മതി. പക്ഷേ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു ഈർപ്പത്തിൻ്റെ മണം ഷൂ ഇടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുപോലെ അലമാരയും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതിലുള്ള ഈർപ്പം വലിച്ചെടുത്തിട്ട് നല്ലൊരു സ്മെല്ല് നമ്മളുടെ കർപ്പൂരം കൊടുക്കുന്നതാണ് കേട്ടോ. അടിപൊളി ടിപ്പാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഈ മഴക്കാലത്ത് നമ്മൾ ഷോക്സ് ഇട്ടിട്ട് ഷൂ ഇടുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ബാഡ് സ്മെല്ല് വരിക, കാലിന് ഇൻഫെക്ഷൻസ് വരിക, കാലിൽ കുഴിനകം വരിക, കാലിലൊരു ഈർപ്പം പോലെ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അല്ലേ. നമുക്ക് പുറത്തേക്ക് ഇപ്പോൾ ഷൂവും ഷോക്സും ഊരിയിട്ട് ഒരു ഓഫീസിലോ എവിടെയെങ്കിലും നമുക്ക് കയറുമ്പോൾ ആ ഒരു സ്മെല്ല് കൊണ്ട് നമുക്ക് തന്നെ ലജ്ജ തോന്നും അല്ലേ. അപ്പോൾ നിങ്ങൾ സോക്സ് ഇടുന്നതിന് മുമ്പ് കുറച്ച് പൗഡർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലതുപോലെ കുറേ ഒന്നും ഇടണ്ട, കുറച്ച് മാത്രം ഇട്ടിട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാലിലിങ്ങനെ കുറേ വരുന്ന രീതിയിലൊന്നുമല്ല, ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുത്ത് നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് നമ്മൾ ഷോക്സ് ഇടുകയാണെങ്കിൽ, അതുപോലെ രാത്രി കിടക്കുമ്പോൾ ഷൂവിൽ ആ നേരത്തെ കാണിച്ച ആ ഒരു മിശ്രിതം വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. കാലിൽ ഫുൾ ടൈം ഷൂ ഇടുന്നവർക്ക് പല ഇഷ്യൂസും ഉണ്ടാകാറുണ്ട് അല്ലേ. ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും പല ബുദ്ധിമുട്ടുകളും, അതൊന്നും ഇല്ലാതിരിക്കാൻ ഇത് സൂപ്പറാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് പുതിയ ചൂല് മേടിച്ചാലും ഇല്ലെങ്കിൽ മഴക്കാലത്ത് നമുക്ക് ചൂലുണ്ടാവുന്ന ബാഡ് സ്മെല്ലിനും എല്ലാത്തിനും ഇതുപോലെ ഒന്ന് ചെയ്യട്ടെ. നമ്മൾ പുതിയ ചൂല് പുല്ല് കളയാനായിട്ട് ഇതുപോലെ നമ്മൾ നല്ലതുപോലെ ഒരു ഇത് വെച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് നല്ലപോലെ തിരുമ്പി എടുത്തതിനാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ പുല്ലിൻ്റെ പൊടികൾ, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലൊക്കെ മേടിച്ചാൽ ഇത്രത്തോളം നല്ലതല്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ സൂപ്പറാണ്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് അതിൻ്റെ പുല്ല് കളയാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പോഞ്ചിൽ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ കൊട്ടിയെടുത്ത് കഴിഞ്ഞാൽ ആ പുല്ലില്ലേ, ആ ചൂലിൽ പിടിച്ചിരിക്കുന്ന പുല്ല് പൂർണ്ണമായിട്ട് കളയാൻ നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ മഴക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഒരു ചൂലിലുണ്ടാവുന്ന ബാഡ് സ്മെല്ല്. മഴയായിക്കഴിഞ്ഞാൽ ഈ ഒരു പുല്ല് ചൂല് കൊണ്ട് നമ്മൾ വീട് ക്ലീൻ ചെയ്താൽ അത്രത്തോളം നല്ലതാകില്ല. എന്ന് വെച്ചാൽ ആ ഒരു ഈർപ്പം കൊണ്ട് നമ്മൾ അടിച്ച് വരുമ്പോൾ ആ ഒരു സ്മെല്ല് നമ്മളെ വീട് മൊത്തം വരും അല്ലേ. അപ്പം നിങ്ങൾ 2 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുക. നല്ലതുപോലെ ഒരു സ്പോഞ്ച് കൊണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ആദ്യം പ്ലെയിൻ സ്പോഞ്ച് കൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് കർപ്പൂരം, ഒരു 2 കർപ്പൂരം പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പൗഡറും കൂടെ, കുറേ ഒന്നും ഇടരുത് പൗഡർ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളൊരു സ്പോഞ്ച് കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും മഴക്കാലത്ത് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ദിവസവും ചെയ്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ അടിച്ചു വാരുമ്പോൾ നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും, നല്ലതുപോലെ തന്നെ ക്ലീനും ആകുന്നതാണ് കേട്ടോ. വീട് മൊത്തം ഈ ഒരു കർപ്പൂരത്തിൻ്റെ പൗഡറിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഇനി കബോർഡിൽ ഉണ്ടാകുന്ന ചെതലാകട്ടെ, ഇങ്ങനെ പൊടി പിടിച്ച പോലെ നമ്മൾ മഴക്കാലത്ത് ഉണ്ടാകുന്ന പൊടി പിടിച്ച പോലത്തെ ഒരു അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനായിട്ട് നമ്മളെ കബോർഡുകളെല്ലാം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ. മഴക്കാലത്ത് ഉണ്ടാകുന്ന ഓൾമോസ്റ്റ് വലിയൊരു പ്രശ്നമാണത്. നമ്മൾ തുണി വെക്കുന്ന അകം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു. ഇനി പുറം ഭാഗത്ത് ഇങ്ങനെ പൂപ്പൽ പോലെയൊക്കെ വരില്ലേ, അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ കുറച്ച് നമ്മളുടെ പനിക്കൂർക്കയില വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 എണ്ണം എടുക്കുക. എന്നിട്ട് അതൊന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വെട്ടി തിളപ്പിക്കണം കേട്ടോ. പനിക്കൂർക്കയില മഴക്കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ നമ്മളുടെ വീട് ക്ലീനിങ്ങിനും സൂപ്പറാണ് കേട്ടോ. അതിലേക്ക് 2 കർപ്പൂരം ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിക്സ് ആണ് കേട്ടോ. വിക്സ് സൂപ്പറാണ്. ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ചെറുപ്രാണികൾക്കൊന്നും ഒരു തരി ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ. നേരിയ ചൂടോടുകൂടി ഇതെല്ലാം കർപ്പൂരം ആകട്ടെ വിക്സ് ആകട്ടെ മിക്സാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് മിക്സ് ആവില്ല. എന്നിട്ട് ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ പിഴിയണം കേട്ടോ. ഒരു തരി വെള്ളമില്ലാതെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. നേരിയ ചൂടോടുകൂടി ചെയ്യണം. എന്നിട്ടിപ്പം നിങ്ങൾ വൈപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ നല്ല നീട്ടമുള്ളത് അവിടെ ആ ഒരു ഇതുപോലെ മാറാല വരാതിരിക്കാനായിട്ട് മുക്കിലും മൂലയിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാലില്ലേ, ആ ഒരു മഴക്കാലത്താണ് കൂടുതലായിട്ട് നമ്മളുടെ എട്ടുകാലിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. ഇതൊക്കെ കൂടുകൂട്ടി അവിടെ ഇവിടെയൊക്കെ ഇരിക്കുക, ചെറുപ്രാണികൾ കൂടുകൂട്ടി മൂലയിലൊക്കെ ഇങ്ങനെ ഓരോ മൂലയിലൊക്കെ ഇരിക്കും അല്ലേ. അതുപോലെ കബേർഡിലൊക്കെ ഒരു പൂപ്പൽ പോലെ ഇരിക്കുക. ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു മിശ്രിതം കൊണ്ട്. നിങ്ങൾ മാസത്തിൽ ഇപ്പം 6 മാസം മഴയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല ക്ലീൻ ആയിട്ടിരിക്കും, പൊടി പിടിച്ച പോലെ ഉണ്ടാവില്ല, നല്ല സൂപ്പർ സ്മെല്ലും ആയിരിക്കും വീട് നിറച്ചിട്ടോ.
അടുത്തതായിട്ട് നമ്മളുടെ അനാർക്കലി ഹെയർ ഓയിൽ. ഇത് ഞാൻ കൂടുതലൊന്നും വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. മേടിച്ചവർക്ക് അത്രത്തോളം നല്ലൊരു അഭിപ്രായമുള്ള ഒരു ഓയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹോം മെയ്ഡായിട്ടുള്ള ഹെയർ ഓയിലാണ്. നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിലല്ല, നമ്മളെ വീട്ടിൽ ആ ഓർഡർ അനുസരിച്ച് ഓരോ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ. യാതൊരു മായവും ഇല്ലാതെ തന്നെ ഉണ്ടാക്കുന്നതാണ്. മുടി വളരുവാനും മുടി കൊഴിച്ചിൽ മാറുവാനും താരൻ മാറുവാനും നല്ല ഉറക്കം കിട്ടുവാനും ആകാരനരം മാറുവാനും എല്ലാം സൂപ്പറാണ്. മസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ച് നോക്കുക. ഈ മേളിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. മുടി വെട്ടി മടുക്കും. മുടി വളരും തോറും നിങ്ങൾക്ക് വെട്ടി മടുക്കും. അത്രയും പെട്ടെന്ന് തന്നെ മുടിക്ക് നല്ലൊരു മാറ്റം വരും കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ സ്കിൻ ഓയിൽ കേട്ടോ. ഇതും മേടിച്ചവർക്ക് വളരെ അഭിപ്രായമുള്ള ഒരു സാധനമാണ്. നമ്മളുടെ ബട്ടർ ഫ്രൂട്ടും അതുപോലെ ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ തന്നെ കുങ്കുമപ്പൂ അങ്ങനെ കുറച്ച് മരുന്നുകൾ അധികം പൊടികളൊക്കെ ആയിട്ട് ചേർത്ത് നമ്മൾ കാച്ചിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് സൺ ടാൻ മാറുവാനും അതുപോലെ മുഖത്തുണ്ടാകുന്ന ചുളിവ്, ശരീരത്തിലുണ്ടാകുന്ന ചുളിവ്, അതുപോലെ തന്നെ മുഖക്കുരു കൊണ്ടുള്ള പാട്, ചിക്കൻ ബോക്സിൻ്റെ പാട്, ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ടുള്ള പാടുകൾ, സ്ട്രെച്ച് മാർക്ക്, അത് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് അല്ലേ. എല്ലാവരും ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഉണ്ടാകും. അതൊക്കെ മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഓയിൽ നിങ്ങൾക്ക് ഫേസിലിടാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ അതിനും ഒരു പരിഹാരമുണ്ട്. നമ്മളുടെ ഈ ഒരു സാധനങ്ങളെല്ലാം ചേർത്ത് കരിമംഗല്യ, മുഖക്കുരു, മുഖത്തുള്ള പാട് ഇവയെല്ലാം മാറ്റാനായിട്ട് നമ്മൾ ഫേസ് പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് തൈരിലോ അല്ലെങ്കിൽ പാലിലോ റോസ് വാട്ടറിലോ നിങ്ങളുടെ സ്കിന്നിൽ ഏതാണ് സ്യൂട്ട്, പച്ചവെള്ളത്തിലാണെങ്കിലും ഇട്ടാൽ മതി. അരമണിക്കൂർ വെച്ചതിന് ശേഷം നേരിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. എല്ലാ ദിവസവും ഇട്ട് നോക്കൂ. നിങ്ങളുടെ മുഖം വെട്ടിത്തിളങ്ങുന്നതാണ്. അതിനോടൊപ്പം തന്നെ നല്ല ഗ്ലോയിങ്ങും. നമ്മൾ 1000-2000 ഒക്കെ കൊടുത്ത് ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാളും സൂപ്പർ റിസൾട്ടാണ്. ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ കാണിച്ചു തന്നില്ല. കഴുകി ഉണക്കി പൊടിച്ചാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. പൊടിയൊന്നും മേടിച്ച് മിക്സ് ചെയ്തിട്ടല്ല നിങ്ങൾക്ക് തരുന്നത്. കണ്ടില്ലേ, ഇതെല്ലാം നമ്മൾ തന്നെ ഉണക്കി പൊടിച്ച് നിങ്ങൾക്ക് തരുന്നത്. ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു പൊടിയുടെ പേര് ഗ്ലോബെറി എന്നാണ് കേട്ടോ. വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ. അടുത്തതായിട്ട് ഒരു സ്പൂണിൽ, ഇപ്പം വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വലിയൊരു കയ്യിലെടുത്തേക്കുന്നത്. സ്പൂൺ എടുത്താൽ മതി. എന്ന് വെച്ചാൽ സ്പൂണാകുമ്പം ഗ്യാസ് അടുപ്പിൽ ഇരിക്കില്ല. നേരിയതായിട്ട് ചൂടാക്കാവുള്ളൂ. കുറേ ചൂടൊന്നും പാടില്ല. അപ്പോൾ നേരിയതായിട്ട് ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയാണ് കേട്ടോ അതിലെടുത്തേക്കുന്നത്. സ്പൂണിലെടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ പച്ച കർപ്പൂരം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സാധാരണ കർപ്പൂരം എടുത്ത് നമ്മൾ ചെയ്താൽ യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഇത് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ഇതിൽ വരുന്ന ആ ഒരു പുകയില്ല, അത് നമ്മൾ ശ്വസിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ട്, അതുപോലെ കഫം വന്ന് തിങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടിനൊക്കെ ഇത് സൂപ്പറാണ്. ഈ മഴക്കാലത്ത് നമുക്ക് പെട്ടെന്ന് മൂക്കടപ്പ്, ജലദോഷം ഇവയെല്ലാം വരുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. സൂപ്പറാണ്. നല്ലൊരു സ്മെല്ലാണ്. നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും. നമ്മളെ കണ്ണൊക്കെ ഒന്ന് തുറന്ന പോലെ ആകും നമ്മൾ ഈ ഒരു നേരിയ ആ ഒരു ആവി കൊള്ളുമ്പോഴത്തേക്കും കേട്ടോ. അതുപോലെ ഈ ഒരു എണ്ണ നമ്മളുടെ കുട്ടികൾക്ക് കഫക്കെട്ടും നെഞ്ചത്ത് നിന്നിട്ട് കഫം വരുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു എണ്ണയും വെളിച്ചെണ്ണ നേരിയ ചൂടോട് കൂടിയിട്ടാ, അധികം ചൂടൊന്നും പാടില്ല, നെഞ്ചത്തൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ആ ഒരു കുറുങ്ങലും അതുപോലെ തന്നെ കഫം മെൽറ്റായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു ഹോം റെമഡീസൊക്കെ നമ്മൾ പണ്ട് കാലം മുതലേ ചെയ്തിരുന്നതാണ്. ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഞാൻ നമ്മളുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഐറ്റംസാണ് കേട്ടോ. ഇതൊക്കെ സൂപ്പറാണ്. ഞാനിപ്പോൾ 1-2 മാസത്തോളം ഉപയോഗിക്കുന്നത്. നല്ല അടിപൊളിയല്ലേ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നല്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റംസാണ് കേട്ടോ. മസ്റ്റായിട്ടും എല്ലാവരും മേടിച്ച് നോക്കും. നമ്മൾ അടുക്കളയൊക്കെ തന്നെ മാറി നല്ല സൂപ്പറായിട്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി വരുന്നതാണ് കേട്ടോ. സ്ത്രീകളെ ലോകം എന്ന് പറഞ്ഞാൽ അടുക്കളയാണല്ലോ. അപ്പോൾ അടുക്കള എപ്പോഴും നമ്മൾ നല്ല പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മളെ മൈൻഡും പോസിറ്റീവായിട്ട് ഇരിക്കും കേട്ടോ. ഞാൻ എല്ലാ സാധനങ്ങളും ടാഗ് ചെയ്തേക്കാം. വേണ്ടവർ ആ ലിങ്കിൽ കയറി മേടിച്ചാൽ മതി. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഞാൻ മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷമാണ് നിങ്ങളോട് പറയുന്നത്. ഒരു 5 കുരുമുളക് എടുക്കുക. ഒരു കഷ്ണം കർപ്പൂരം, പച്ച കർപ്പൂരം എടുത്ത് പൊടിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറേ ക്വാണ്ടിറ്റി ഒന്നും ഒഴിക്കാൻ പാടില്ല. നമുക്ക് ഈ മഴക്കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഉണ്ടാകുന്ന തലവേദന, അതുപോലെ തന്നെ മൂക്കടപ്പ്, നമുക്ക് നെറുകൻ്റെ അവിടെ നിന്ന് വരെയും വേദന ഉണ്ടാവും. അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ച, ഇവയ്ക്കൊക്കെ ഒരു പോംവഴിയാണ് കേട്ടോ. അതുപോലെ തന്നെ കഫം മൂക്കിൽ വന്നിട്ട് ഇളകി വരാത്ത ബുദ്ധിമുട്ട്, ഇങ്ങനെ കട്ട പിടിച്ച ഒരു അവസ്ഥയില്ലേ,
അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലിട്ട് ഒന്ന് ചൂടാക്കി ഈ ഒരു കുരുമുളക് എടുത്തിട്ട് ഇതുപോലെ ഒരു പിന്നിൽ കുത്തി കൊടുക്കുക. നമ്മൾ ആ കർപ്പൂരം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരും. അതുപോലെ തന്നെ കുരുമുളകും വളരെ നല്ല നമ്മളെ മൈഗ്രെയിനൊക്കെ മാറാനായിട്ട് കേട്ടോ. ഇതൊന്ന് ആവി പിടിച്ച് നോക്കുക. ഇതുപോലെ ഒന്ന് പിടിച്ചാൽ മാത്രം മതി. ഒരു 2-3 തവണ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം പമ്പ കിടക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ